ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രൊഡക്ട്സുമായിട്ടാണ്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു പാനാണ്. സ്റ്റീലിൻ്റെ ഒരു പാനും അതിനൊരു ലിഡും ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ നല്ല തിക്കായിട്ടുള്ള സ്റ്റീൽ കേട്ടോ. നമുക്ക് കുക്കിംഗ് പോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ചിലതിന് അടിയിൽ കട്ടി ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ വെള്ളം മാത്രം തിളപ്പിക്കാൻ അല്ലെങ്കിൽ പാല് കാച്ചാൻ അങ്ങനെയുള്ള യൂസേജിന് മാത്രം എടുക്കാൻ പറ്റുന്ന പോട്ടുകൾ ഉണ്ടാവല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലിൽ അതുപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും. താഴ്ഭാഗം നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോട്ടാണ്. പിന്നെ ഈ ഒരു ലിഡും അടിപൊളിയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള ഗ്ലാസ്സിലാണ് വരുന്നത്. സാധാരണ ഇതുപോലുള്ള പോട്ടിനൊക്കെ വരുമ്പോൾ. പിന്നെ ഈ ഒരു ഹാൻഡിലും സ്റ്റീലിലാണ് കേട്ടോ വരുന്നത്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഹാൻഡിലും സ്റ്റീലാകുമ്പോൾ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ചാൽ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ചൂടുണ്ടാവുള്ളൂ, അത്ര കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 547 രൂപയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു എക്സാക്ട് പ്രൊഡക്റ്റ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. മീഷോയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞാനതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ടീ ഷുഗറിന്റെ ബോട്ടിൽസ് ആണ്. കോഫി ഇല്ല കേട്ടോ, ടീ ഷുഗർ മാത്രമാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് കളറിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ തന്നെ സെയിം വൈറ്റിലും ഉണ്ട് കേട്ടോ മീഷോയില്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു കണ്ടെയ്നറിന്റെ മെറ്റീരിയൽ വന്നിട്ട് മെറ്റലാണ്. മെറ്റൽ ഇതുപോലെ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ള മനസ്സിലാവില്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതായത് ഒരു കണ്ടെയ്നറിന് ഇതുപോലെ ഒരു വാഷറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ ലിഡ്. സാധാരണ ഈ സ്റ്റീലിന്റെ ലിഡ് പ്ലാസ്റ്റിക്കിന്റെ മേലെ സ്റ്റീൽ വരുന്ന രീതിയിലാണ് വരാറ്. പക്ഷെ ഇത് കംപ്ലീറ്റ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. ടീയും ഷുഗറും കൂടിയാണ് ഈ ഒരൊറ്റ സെറ്റില്. അപ്പൊ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 337 രൂപയായിരുന്നു കേട്ടോ. ഞാൻ ഓഫർ ടൈമിൽ ഇനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പ്രൈസ് കുറച്ച് കൂടിയുണ്ട്. മീഷോയില് 400 സംതിങ് ഏതാണ്ടായിട്ടുണ്ട് എന്നാ തോന്നുന്നത്. ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ടീ ഷുഗർ മാത്രമേ ഉള്ളൂ, കോഫിന്റെ ബോട്ടിലില്ല കേട്ടോ. എന്തായാലും വാങ്ങിയാല് മോശമാവില്ല കേട്ടോ, കാരണം അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം അത്രയും ഭംഗി, അത്രയും ക്യൂട്ടായിട്ടുള്ള 2 ജാറുകൾ കേട്ടോ. ഇതിന്റെ വൈറ്റും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വൈറ്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ബ്ലാക്കിലാണ് വാങ്ങിച്ചിട്ടുള്ളത്, കാരണം സാധാരണ നമ്മൾ വൈറ്റിലാണല്ലോ വാങ്ങാറുള്ളത്. അപ്പൊ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്കിൽ വാങ്ങിച്ചതാട്ടോ. പക്ഷെങ്കിൽ അടിപൊളിയാണ്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു പുട്ടും കൂടും അതുപോലെ അതിന്റെ സംഭവങ്ങളൊക്കെ കൂടെ വരുന്നതാട്ടോ. പുട്ടുകൂട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിക്ക് പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്റ്റീലിന്റെ പിട്ടും തൂക്ക് കിട്ടോ. ഇതിന് തൂക്ക് നാട്ടാ നമ്മളെ നാട്ടിക്ക് പറയാം. നിങ്ങളെ നാട്ടിക്ക് എന്താ പറയാ വെച്ചാൽ കമന്റ് ചെയ്തോളുണ്ട്. അപ്പൊ അതാ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മൾ അറിയാലോ സാധാരണ സ്റ്റീലിന്റെ ഒരു പിട്ടും തൂക്കിന് എത്രത്തോളം വെയിറ്റ് ഉണ്ടോ അതിലും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് നിൽക്കുന്ന രീതിയിലാണ്. പിന്നെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ ഈ ഒരു സംഭവം കൂടെ തന്നെ ഉണ്ട്. ഇതും അതാ ഒരു എന്താ പറയുക ഒരു മീഡിയം സൈസ്, ഒരുപാട് വലിപ്പമൊന്നുമില്ല, എന്നാൽ ഒരുപാട് ചെറുതുമല്ല. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വലിപ്പത്തിൽ വരുന്ന ഒരു പുട്ടും തൂക്ക് കേട്ടോ. പിന്നെ അതിന്റെ പുട്ടും കുറ്റി കേട്ടോ. പിന്നെ അതാ ഈ ഒരു ലിഡൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് 2 ഹോളൊക്കെ കൊടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിന്റെ ആ ഒരു ചില്ലും ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ, കണ്ടില്ലേ? അതും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ക്വാളിറ്റിയാണ് എടുത്ത് പറയാം, അല്ലാതെ കൂടുതൽ നമുക്ക് ഇങ്ങനെ പുട്ടിന്റെ സംഭവങ്ങളൊന്നും പറയാനില്ലല്ലോ. ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെയുള്ള ഇതാണ് ഈ ഒരു ചിരട്ടപ്പുട്ട് പോലെ സംഭവം ചുട്ടെടുക്കണതില്ലേ. അത് ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് കുക്കറിന്റെ മേലെ വെച്ചിട്ട് പുട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ്. ഇതിനും ഇതിന്റെ ചില്ല് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടോ ഇതിങ്ങനെ കുക്കറിന്റെ വിസിലിന്റെ മേലേക്ക് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ. പ്രഷർ ഊരിട്ട് ആ ഒരു വിസിലിന്റെ മേലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇതിൽ പുട്ട് ഇട്ടെടുക്കുക. പിന്നെ ഇതാ നമ്മള് വീഡിയോയിൽ പറഞ്ഞ പോലെ പുറകിന്ന് കുത്തി തള്ളിയിടാൻ പറ്റുന്ന ഈ ഒരു സംഭവത്തിന്റെ കൂടെ ഉണ്ട് കേട്ടോ. പുട്ട് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് 359 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വർത്താണെന്ന് തോന്നുന്നു. സാധാരണ ഷോപ്പിൽ എത്രയാണ് പ്രൈസ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു 2 സംഭവങ്ങളും ആ ഒരു പ്രൈസ് തന്നെ കിട്ടുകയാണല്ലോ. ഞാൻ ആ ഒരു ചിരട്ടപ്പുട്ടിന്റെ മാത്രം സംഭവം നോക്കിയപ്പോ തന്നെ 100 റേറ്റ് 100 or 200 റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ബ്രഷാണ്.
ഈ ഒരു ബ്രഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് 360 ഡിഗ്രിയിൽ ഇങ്ങനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബ്രഷാണ് കേട്ടോ. അപ്പം ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാന്ന് വെച്ചാൽ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണ ബ്രഷ് കൊണ്ട് കഴുകാൻ കഴിയാത്തത്, അതായത് നമ്മൾ പറയാനുണ്ട് നമ്മൾ ഈ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഒക്കെ സൈഡ് അതല്ലെങ്കിൽ സിങ്കിന്റെ സൈഡിൽ വരുന്ന ഭാഗത്ത് അങ്ങനെ ഇടുങ്ങി കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ നമുക്കത് യൂസ് ചെയ്യാം. അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സിങ്കിലുള്ള വേസ്റ്റ് അതുപോലെ ബാത്റൂം നെറ്റിന്റെ ഉള്ളിലൊക്കെ വരുന്ന മുടികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രഷും അതുപോലെ നല്ല പ്ലാസ്റ്റിക്കിലൊക്കെ ഉണ്ട് വരുന്നത്. അപ്പൊ അതിന്റെ പ്രൈസ് 93 രൂപയാണ്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ്, ഇതും ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കാർട്ടിലിട്ട് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു മോപ്പാണ്, സാധാരണ കാണുന്ന രീതിയിലുള്ള മോപ്പല്ല, എന്താ പറയാ ഒരു നമ്മളിങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മോപ്പ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു വാട്ടർ ബോട്ടിലുണ്ടോ ഈ ഒരു ഭാഗത്ത് അത് നമുക്ക് ഇങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ വാട്ടർ റീഫിൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് എന്താ പറയാ ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല വൃത്തിയാവണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ആ തറ്റത്ത് വരുന്നത് മൈക്രോ ഫൈബർ ആണ്, അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. അതായത് ഇതിന്റെ ഈ തുടയ്ക്കുന്ന ഭാഗത്ത് വരുന്നുണ്ടല്ലോ അത് സാധാ ടൈപ്പിലുള്ള ക്ലോത്തിലല്ല, മൈക്രോ ഫൈബറിൽ വരുന്ന നല്ല അടിപൊളി ക്ലോത്തിലാണ് വരുന്നത്. അപ്പൊ നമുക്കത് ക്ലീൻ ചെയ്യാനും ഈസിയാണ്, അതായത് ആ ഒരു ക്ലോത്ത് ക്ലീൻ ചെയ്യാനും ഈസിയാണ്, രണ്ടാമത് അതിൽ വെച്ചെടുക്കാനൊക്കെ ഈസിയാണ്. ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ ആ ഒരു ബ്രഷിന്റെ മോപ്പിന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഇങ്ങനെ തിരിച്ചെടുക്കാനും പറ്റും കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച ബ്രഷിന്റെ പോലെ തന്നെ 360 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 376 രൂപയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഓഫർ ടൈമിൽ വാങ്ങിച്ചതായിരുന്നു, പക്ഷെ ഇപ്പം പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ ഇങ്ങോട്ട് ഊരിയെടുക്കുക, എന്നിട്ട് നമുക്ക് നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ചെയ്യാനും ഈസിയാണ്. ജസ്റ്റ് ഒന്ന് പൈപ്പിന്റെ ചോട്ടിൽ കാണിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് തിരിച്ച് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കാനും ഈസിയാണ് കേട്ടോ. അപ്പൊ എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്, ആവശ്യമുള്ളത് പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോ ഒന്നുകൂടെ റീച്ചിലേക്ക് എത്താൻ അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.